ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചിറ്റടിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന കാളയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷം ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുഴുവൻ നേതൃത്വം വഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ യൂത്ത് എന്ന് പറയാം കേട്ടോ. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇത്. അവരുടെ ഒരുപാട് ദിവസത്തെ എഫേർട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഈ സംഭവം ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവരും അത്രയും ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇതിവിടെ പരിമിതിയും സ്ഥല സൗകര്യക്കുറവൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് അവർ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതൊന്നും ഇവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിമനോഹരമായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാള കമ്മിറ്റിയുടെ ടീമിലുള്ള എല്ലാവരും സുധീൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. സുധി ഇതിൽ അംഗമാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് ഷൂട്ടും കാര്യങ്ങളും തിരക്കായതുകൊണ്ട് സമയത്തിന് ഇവിടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അവനതിന് പിന്മാറുകയാണ് ചെയ്തത്. കാരണം വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. കമ്മിറ്റിയിലുള്ള പിള്ളേരൊക്കെ ഡ്രസ് കോഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീഷർട്ടാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കൊണ്ടും നമ്മുടെ യൂത്ത് കളറായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവങ്ങൾ തന്നെയാണ്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും ഇതിൽ ഒരു ഭാഗമാവുന്നുണ്ട്. വലിയ കാള തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊമ്പൊക്കെ ഊരി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇലക്ട്രിക് പോസ്റ്റും ലൈനും ഒക്കെ പ്രശ്നമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പടിക്കൽ നിന്ന് തന്നെയാണിത് പുറപ്പെട്ടിട്ടുള്ളത്. എനിക്ക് വീടിൻ്റെ സിറ്റൗട്ടിലിരുന്ന് എല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ഇരുന്ന് കാണുന്നതല്ലല്ലോ, ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോഴല്ലേ നമുക്കും ആ ഒരു സന്തോഷം മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഈ കാള വരവിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ യൂത്തിനാണ് കേട്ടോ. അവരുടെ എത്രയോ ദിവസത്തെ അധ്വാനമാണ് നമ്മളിപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇതിൽ പോകുന്നത് കണ്ടിട്ടുള്ളത്. ഇത് നല്ല ഉത്തരവാദിത്തമുള്ളൊരു ജോലി തന്നെയാണ് കേട്ടോ. ഇതിനുള്ള ഫണ്ട് കണ്ടെത്തണം. പിന്നെ കാള പാലക്കാട് ജില്ലയിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്തം ഫുള്ളായിട്ട് ഏറ്റെടുക്കണം. പിന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കുള്ള ഫുഡ്, താമസം, ബാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഉത്തരവാദിത്തമുള്ള ജോലികളാണ്. അപ്പോൾ എല്ലാത്തിനും മിടുക്കന്മാരായ പയ്യന്മാരാണ്. അവരെ എന്ത് കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും നല്ല കണ്ണിങ് ആയിട്ടുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കിരിക്കട്ടെ ഇന്നത്തെ ഒരു ബിഗ് സല്യൂട്ട്. കാള പോയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേദുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. വേദുട്ടിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. വേദുട്ടി ഹായ് പറയണ കണ്ടില്ലേ? അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ കാണുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളൊരു നല്ലൊരു പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് ചെയ്യും, ഭയങ്കര സംഭവമാണ് അവൾ. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. വണ്ടിക്ക് പോകാൻ പറ്റില്ല, കാരണം റോഡിന് കാള പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ഒരു റോഡുണ്ട്, അപ്പോൾ അതിലൂടെ പോകുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. എൻ്റെ അയൽവാസികളും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവരാണ് കേട്ടോ കൂടെ ഉള്ളത്. നമ്മുടെ വേദുട്ടിയും ഉണ്ണിമോളും നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ക്ഷീണമൊന്നുമില്ല. അവർ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം വീണു. ഇതൊന്നും അവർക്കൊരു വിഷയമല്ല കേട്ടോ. വേദുട്ടിക്ക് എപ്പോഴും ഒരു ഡാൻസ് കൂടെ ഉണ്ടാവും. അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് കൂടിയിട്ടുമുണ്ട്. ഫുൾ ടൈം ഡാൻസാണ്. ആരുടെ മുന്നിലും കളിക്കാനും മടിയില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലും എപ്പോൾ കളിക്കാൻ പറഞ്ഞാലും അവൾ കളിക്കും. അവൾക്ക് അതൊരു ഭയങ്കര ക്രൈസാണ്. അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അമ്പലത്തിലെ താലപ്പൊലി ആഘോഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാം. താലപ്പൊലി ആഘോഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. CCTV നിരീക്ഷണത്തിലാണ്. എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും
ആനപ്പുലി മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ക്ഷേത്ര പരിസരവും ആനപ്പുലിക്കളവും പൂർണ്ണ ഇന്ന് രാത്രി 9:30 ജ്ഞാനോദയം കലാസമിതിയുടെ അമല കമ്മ്യൂണിക്കേഷൻസിന്റെ 37ാമത് നാടകം ശാന്തം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അത് വാങ്ങണ്ട, അത് ആന പോട്ടെ, അങ്ങനെ പോട്ടെ, ആന അങ്ങനെ പോട്ടെ. മുമ്പിലേക്ക് നമ്മൾ നിൽക്കുന്നുണ്ട്. നാളെ വലുതാവും. നാളെ വൈറലാവോ? അതാ മുത്തുകൊടയുണ്ട്.
ക്ഷേത്രം